ഓരോ ദേശത്തിനും ഓരോ കഥകളുണ്ട്, ഓരോ ഓർമ്മകളുമുണ്ട്. ചിലത് എഴുതി വെച്ചവ, ചിലത് നമ്മൾ കേട്ടവ. എക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. കേരളത്തിൻ്റെ സംസ്കാരത്തെയും ജീവിത രീതികളെയും കുറിച്ചുള്ള ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത കഥകളുടെയും നിരീക്ഷണങ്ങളുടെയും സീരീസാണ് കേരള ക്യൂരിയോസ്. കേരള ക്യൂരിയോസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകത്തിൻ്റെ ഏത് കോണിലായാലും മലയാളികൾ മതിവരുവോളം ആഘോഷിക്കാൻ തയ്യാറാകുന്ന ഒരു കാലമാണിത്, നമ്മുടെ പ്രിയപ്പെട്ട ഓണക്കാലം. പൂക്കളം, ഓണസദ്യ, പുതുവസ്ത്രം, വള്ളംകളി. ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്ന ചിത്രങ്ങൾ ഇവയൊക്കെയാണ്, അല്ലേ? പക്ഷെ ഓണം ഇതിലൊന്നും ഒതുങ്ങുന്നില്ല. അത് വിളവെടുപ്പിൻ്റെ ആഘോഷമാണ്. മാവേലിയുടെ തിരിച്ചുവരവിൻ്റെ ഓർമ്മയാണ്. ക്ഷേത്രങ്ങളുടെയും രാജവംശങ്ങളുടെയും ചരിത്രമാണ്. അതോടൊപ്പം ലോകമെമ്പാടുമുള്ള മലയാളികളെ ബന്ധിപ്പിക്കുന്ന ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി കൂടിയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഓണം നൂറ്റാണ്ടുകളിലൂടെ മാറി വന്ന ഒന്നാണ്. കൃഷിയിടങ്ങളിൽ നിന്നും, ക്ഷേത്രങ്ങളിൽ നിന്നും, രാജകൊട്ടാരങ്ങളിൽ നിന്നും അത് വീടുകളിലേക്കും പൊതുവേദികളിലേക്കും വിദ്യാലയങ്ങളിലേക്കും ഓഫീസുകളിലേക്കും പ്രവാസി മലയാളികളുടെ കൂട്ടായ്മകളിലേക്കും സഞ്ചരിച്ചു. ആ മാറ്റത്തിൻ്റെ കഥയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഓണം കൃത്യമായി എപ്പോൾ ആരംഭിച്ചു എന്നതിന് വ്യക്തമായ ഒരൊറ്റ ഉത്തരമില്ല. പുരാതന കാലം മുതൽ തിരുവോണം നാളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നതായി സാഹിത്യപരമായ സൂചനകളുണ്ട്. കാലാവസ്ഥയിലെ മാറ്റം, കാർഷിക സമൃദ്ധി, വ്യാപാരം, ആരാധന ഇവയെല്ലാം ചേർന്ന ഒരു കലോത്സവമായിരിക്കാം ഓണത്തിൻ്റെ ആദ്യകാല രൂപം. പിന്നീടാണ് കേരളത്തിൽ ഓണം മഹാബലിയുടെയും വാമനൻ്റെയും കഥയുമായി ശക്തമായി ബന്ധപ്പെടുന്നത്. കേരളീയർ സ്നേഹത്തോടെ മാവേലി എന്ന് വിളിക്കുന്ന മഹാബലി പുരാണങ്ങളിൽ അസുര രാജാവാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. എന്നാൽ മലയാളികളുടെ ഓർമ്മയിൽ അദ്ദേഹം നീതിമാനും ദാനശീലനും ജനസ്നേഹിയുമായ ഭരണാധികാരിയാണ്. മഹാബലിയുടെ വാർഷിക തിരിച്ചുവരവാണ് ഓണം ആഘോഷിക്കുന്നതെന്നാണ് ഏറ്റവും പ്രചാരത്തിലുള്ള വിശ്വാസം. എന്നാൽ ഈ കഥയെ നല്ലതും ചീത്തയും തമ്മിലുള്ള ലളിതമായ പോരാട്ടമായി മാത്രം കാണാനാകില്ല. പരാജയപ്പെട്ടിട്ടും ജനങ്ങളുടെ മനസ്സിൽ വിജയിയായി തുടരുന്ന ഒരു രാജാവിൻ്റെ കഥയാണിത്. അധികാരത്തെക്കാളും വിജയത്തെക്കാളും മഹത്തായത് നീതിയും വിനയവും ജനങ്ങളോടുള്ള കരുതലുമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കഥ. ചിങ്ങമാസത്തിലെ അത്തം നാളിൽ ആരംഭിക്കുന്ന ഓണാഘോഷം 10ാം ദിവസമായ തിരുവോണത്തിൽ ഉച്ചസ്ഥായിലെത്തുന്നു. ഈ 10 ദിവസങ്ങൾ ഒരു വലിയ ദിവസത്തിനുള്ള തയ്യാറെടുപ്പ് മാത്രമല്ല, മാവേലിയെ സ്വീകരിക്കാനുള്ള ക്രമാനുഗതമായ കാത്തിരിപ്പാണ്. അത്തം നാളിൽ ചെറിയൊരു പൂക്കളം ഒരുക്കുന്നു. ഓരോ ദിവസം കഴിയും തോറും അതിലേക്ക് പുതിയ പൂക്കളും നിറങ്ങളും രൂപങ്ങളും ചേരുന്നു. അതോടൊപ്പം വീടുകൾ വൃത്തിയാക്കുന്നു, ബന്ധുക്കൾ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നു, പുതുവസ്ത്രങ്ങളും സദ്യക്കുമുള്ള സാധനങ്ങളും വാങ്ങുന്നു. വീടും നാടും പതുക്കെ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം, നമ്മൾക്കെല്ലാം അറിയാവുന്ന ഓണം. ഓണം തിരുവോണ നാളോടുകൂടി പെട്ടെന്ന് അവസാനിക്കുന്നുമില്ല. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഉത്രാടം 1ാം ഓണമാണ്, തിരുവോണം പ്രധാന ഓണം, അവിട്ടം 3ാം ഓണം, ചതയം 4ാം ഓണം. ഈ ദിവസങ്ങളെ ഒരു വൈകാരിക യാത്രയായി കാണാം. ഉത്രാടം ഒരുക്കത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ദിവസം, തിരുവോണം മാവേലിയെ വരവേൽക്കുന്ന ദിവസം, അവിട്ടം നന്ദിയോടെ വിട പറയാൻ തുടങ്ങുന്ന ദിവസം, ചതയം ആഘോഷത്തെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുപോകുന്ന സമാപന ദിവസം. തൃശ്ശൂരിലെ പുലികളി ചതയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായ പൊതു ആഘോഷങ്ങളിലൊന്നാണ്. ചില ക്ഷേത്രങ്ങളിൽ ഉത്രാടം മുതൽ ചതയം വരെ പ്രത്യേക പൂജകളും സദ്യകളും ഉണ്ട്. അതുകൊണ്ട് തിരുവോണത്തിൻ്റെ പിറ്റേന്ന് ഓണം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നില്ല. സദ്യ അവസാനിച്ചാലും സമത്വത്തിൻ്റെയും പങ്കിടലിൻ്റെയും ഓണസന്ദേശം തുടരണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ക്രമാനുഗതമായ സമാപനം. കൊച്ചിക്ക് സമീപമുള്ള തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിന് ഓണത്തിൻ്റെ ചരിത്രത്തിലും വിശ്വാസത്തിലും പ്രധാന സ്ഥാനമുണ്ട്. വാമനനും മഹാബലിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയായി ഈ സ്ഥലത്തെ ബന്ധപ്പെടുത്തുന്ന പ്രാദേശിക പാരമ്പര്യങ്ങളുമുണ്ട്. രാജാക്കന്മാരും നാടുവാഴികളും പ്രഭുക്കന്മാരും ഓണക്കാലത്ത് തൃക്കാക്കരയിൽ ഒത്തുകൂടിയിരുന്നതായും നാട്ടുപാരമ്പര്യം പറയുന്നു. പിന്നീട് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികൾക്ക് തൃക്കാക്കരയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായപ്പോൾ ആഘോഷത്തിൻ്റെ ചില ഘടകങ്ങൾ വീടുകളിൽ തന്നെ നടത്താൻ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്നൊരു വിശ്വാസവുമുണ്ട്. ഇങ്ങനെയാകാം ക്ഷേത്രത്തിലും രാജസദസ്സിലും കേന്ദ്രീകരിച്ചിരുന്ന ഓണം സാധാരണക്കാരുടെ വീടുകളിലേക്ക് വ്യാപിച്ചത്. വീട് വൃത്തിയാക്കുക,
പൂക്കളമൊരുക്കുക, ഓണത്തപ്പനെ സ്ഥാപിക്കുക, പുതുവസ്ത്രം ധരിക്കുക, സദ്യ ഒരുക്കുക, ബന്ധുക്കളെയും അയൽക്കാരെയും സ്വീകരിക്കുക, ഇവയെല്ലാം ഓണത്തിൻ്റെ കുടുംബപരമായ മുഖമായി മാറി. തൃക്കാക്കരയുമായി ബന്ധപ്പെട്ട ചില പാരമ്പര്യങ്ങൾ പഴയ ഓണാഘോഷം 30 ദിവസത്തോളം നീണ്ടു നിന്നിരിക്കാമെന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ അറിയുന്ന അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസം ആ ദീർഘമായ ആഘോഷത്തിൻ്റെ അവസാന ഘട്ടമായിരിക്കാം. ഓണം എങ്ങനെ മാറി എന്ന് ഏറ്റവും വ്യക്തമായി കാണിച്ചു തരുന്ന ചടങ്ങാണ് അത്തച്ചമയം. അത്തം നാളിൽ തൃപ്പൂണിത്തറയിൽ നടക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയാണിത്. ഇന്നത്തെ അത്തച്ചമയം കാണുമ്പോൾ നാടൻ കലകളും വാദ്യമേളങ്ങളും ആനകളും അലങ്കരിച്ച നിശ്ചല ദൃശ്യങ്ങളും ജനക്കൂട്ടവുമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്നാൽ അതിൻ്റെ ആദ്യ രൂപം ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു, വളരെ വ്യത്യസ്തമായിരുന്നു. അത്തച്ചമയത്തിൻ്റെ കൃത്യമായ തുടക്കത്തെക്കുറിച്ച് പല കഥകളുമുണ്ട്. ചിലത് തൃക്കാക്കര ക്ഷേത്രോത്സവവുമായി അതിനെ ബന്ധിപ്പിക്കുന്നു. മറ്റു ചിലത് കൊച്ചി രാജാക്കന്മാരുടെ സൈനിക യാത്രകളുമായി വിജയങ്ങളുമായും ബന്ധിപ്പിക്കുന്നു. ചരിത്രവും നാട്ടുകഥയും കൂടിക്കലർന്ന പാരമ്പര്യമാണിത്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപ് തൃപ്പൂണിത്തുറ കൊച്ചി മഹാരാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു. അത്തം നാളിൽ മഹാരാജാവ് രാജകീയ പരിവാരങ്ങളോടൊപ്പം പ്രജകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ഹിൽ പാലസിൽ നിന്നാരംഭിച്ച ഘോഷയാത്രയിൽ ആനകളും വാദ്യമേളങ്ങളും കലാകാരന്മാരും സംഗീതജ്ഞരും രാജകീയ വേഷവിധാനങ്ങളും അണിനിന്നിരുന്നു. ഇത് ആഘോഷം മാത്രമായിരുന്നില്ല, രാജാവിൻ്റെ അധികാരവും പ്രൗഢിയും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന രാജകീയ ചടങ്ങുമായിരുന്നു. അതേസമയം വിവിധ മതസമുദായങ്ങളുടെ പ്രതിനിധികൾ ഘോഷയാത്രയ്ക്ക് മുമ്പ് രാജാവിനെ സന്ദർശിക്കുന്ന പതിവുമുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തച്ചമയം രാജകീയ അധികാരത്തിൻ്റെ പ്രദർശനം മാത്രമല്ല, മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകവുമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളുടെ അധികാരം അവസാനിച്ചു. തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപപ്പെട്ടതോടെ കൊച്ചി മഹാരാജാവിനെ കേന്ദ്രീകരിച്ചിരുന്ന പഴയ ഭരണ സംവിധാനവും ഇല്ലാതായി. അതിൻ്റെ ഭാഗമായി 1949 അത്തച്ചമയം നിർത്തിവെച്ചു. ഇത് ഒരു ഘോഷയാത്രയുടെ ഇളവേള മാത്രമായിരുന്നില്ല. ആ ചടങ്ങിനെ പിന്തുണച്ചിരുന്ന രാഷ്ട്രീയ ഘടന തന്നെ ഇല്ലാതായി. രാജാവിന് പ്രജകളുടെ മുന്നിൽ അധികാരം അവതരിപ്പിക്കേണ്ട സാഹചര്യം അവസാനിച്ചു. എന്നാൽ ഓണം വീടുകളിലും ക്ഷേത്രങ്ങളിലും നാട്ടിൻപുറങ്ങളിലും തുടർന്നു. അത്തച്ചമയം മാത്രം പൊതുവേദിയിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് അപ്രത്യക്ഷമായി. ഓണത്തിൻ്റെ ആധുനിക ചരിത്രത്തിലെ നിർണായക വർഷമാണ് 1961. ശ്രീ പട്ടമേത്താണുപിള്ള മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഓണത്തെ കേരളത്തിൻ്റെ പ്രധാന സംസ്ഥാന ഉത്സവമായി സർക്കാർ പ്രഖ്യാപിച്ചു, ഉയർത്തിക്കാട്ടി. അന്നത്തെ പല രേഖകളിലും അതിനെ കേരളത്തിൻ്റെ ദേശീയോത്സവം എന്നാണ് വിശേഷിപ്പിച്ചത്. സർക്കാർ ഓണം സൃഷ്ടിച്ചു എന്നല്ല പറയുന്നത്. നൂറ്റാണ്ടുകളായി ജനങ്ങൾ ആഘോഷിച്ചിരുന്ന ഉത്സവത്തിന് സർക്കാർ പുതിയൊരു മാനം നൽകി, പുതിയൊരു രൂപം നൽകി, ഔദ്യോഗിക അംഗീകാരം നൽകി, പൊതുപണം അനുവദിച്ചു, സംസ്ഥാന തല പരിപാടികൾ സംഘടിപ്പിച്ചു, വിനോദസഞ്ചാരവുമായി ബന്ധപ്പെടുത്തി, കേരളത്തിൻ്റെ പൊതുവായ സാംസ്കാരിക പ്രതീകമായി അവതരിപ്പിച്ചു. ഇതിന് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പശ്ചാത്തലവുമുണ്ട്. കേരളം ഒരു സംസ്ഥാനമായി രൂപം കൊണ്ടത് 1956 നവംബർ 1-നാണല്ലോ. വ്യത്യസ്ത രാഷ്ട്രീയ ചരിത്രമുള്ള മലയാള ഭാഷാ പ്രദേശങ്ങളെ ഒന്നിച്ചു ചേർത്താണ് പുതിയ കേരളം രൂപപ്പെട്ടത്. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും മലബാറിനെയും ബന്ധിപ്പിക്കുന്ന പൊതുവായ സാംസ്കാരിക പ്രതീകം പുതിയ സംസ്ഥാനത്തിന് ആവശ്യമായിരുന്നു, ഒരു സോഷ്യൽ കൊഹീസീവ്നെസ്സിന് വേണ്ടി. ഓണത്തിന് ആ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് പട്ടമേത്താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തിരിച്ചറിഞ്ഞു. കേരളത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ മാനസികമായ ഐക്യം വളർത്തുക എന്നതായിരുന്നു സർക്കാർ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. 1961 ജൂൺ 15 കേരള സ്റ്റേറ്റ് ടൂറിസ്റ്റ് ട്രാഫിക് അഡ്വൈസറി ബോർഡ് സർക്കാർ പിന്തുണയോടെയുള്ള ഓണാഘോഷങ്ങൾക്ക് രൂപം നൽകി. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവ പ്രധാന കേന്ദ്രങ്ങളായി തിരഞ്ഞെടുത്തു. സംസ്ഥാന ജില്ലാതല സമിതികൾ രൂപീകരിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും സാംസ്കാരിക പ്രതിനിധികളും സംഘാടനത്തിൽ പങ്കെടുത്തു. 1961 തീരുമാനമെടുത്തതെങ്കിലും ചില ഔദ്യോഗിക പരിപാടികൾ 1962 നടന്നതെന്ന് രേഖകൾ പറയുന്നു. അതേ വർഷം ഇന്ത്യ ചൈന യുദ്ധം ആഘോഷങ്ങളെ ബാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ 1961 കേരള സർക്കാർ ഓണത്തെ സംസ്ഥാന പിന്തുണയുള്ള വലിയ പൊതു ഉത്സവമാക്കി മാറ്റുന്നതിനുള്ള നയവും സംഘടനാ സംവിധാനവും രൂപപ്പെടുത്തി. ഓണം ഒരു ജനകീയ സംസ്ഥാനോത്സവമായി ഉയർന്നപ്പോൾ അത്തച്ചമയവും പുനർജീവിക്കപ്പെട്ടു.
പക്ഷേ പഴയ ഘോഷയാത്ര അതേപടി തിരിച്ചു വന്നില്ല. അതിൻ്റെ കേന്ദ്രവും അർത്ഥവും മാറി. പഴയ അത്തച്ചമയത്തിൻ്റെ കേന്ദ്രത്തിൽ മഹാരാജാവായിരുന്നു. പുതിയ അത്തച്ചമയത്തിൻ്റെ കേന്ദ്രത്തിൽ ജനങ്ങളും കേരളത്തിൻ്റെ കലയും സംസ്കാരവുമാണ്. മുമ്പ് രാജാവ് പ്രജകളുടെ മുന്നിലൂടെ സഞ്ചരിച്ചു. ഇന്ന് കലാകാരന്മാരും സാംസ്കാരിക സംഘങ്ങളും വിദ്യാലയങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും പൊതുജനങ്ങളും ചേർന്നാണ് ഘോഷയാത്ര ഒരുക്കുന്നത്. മുൻപ് ഹിൽ പാലസിൽ നിന്ന് ആരംഭിച്ച രാജകീയ പാതയ്ക്ക് പകരം ഇന്ന് പൊതുവേദികളാണ് ആഘോഷവേദി. ചുരുക്കി പറഞ്ഞാൽ, രാജാധികാരം പ്രദർശിപ്പിക്കുന്ന ചടങ്ങ് കേരളത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന ജനകീയ ഉത്സവമായി മാറി. പ്രജകളുടെ സ്ഥാനത്ത് പൗരന്മാർ വന്നു, കൊട്ടാരത്തിൻ്റെ സ്ഥാനത്ത് പൊതുവേദി വന്നു, രാജകീയ പരിവാരത്തിൻ്റെ സ്ഥാനത്ത് ജനങ്ങളും കലയും സംസ്കാരവും വന്നു. 1980-കളിൽ കേരള ടൂറിസത്തിൻ്റെ പങ്കാളിത്തം കൂടുതൽ ശക്തമായതോടെ ഓണം വലിയൊരു പൊതു സാംസ്കാരിക പരിപാടിയായി വളർന്നു. നഗരങ്ങളിലെ ദീപാലങ്കാരങ്ങൾ, നിരവധി വേദികളിലെ കലാപരിപാടികൾ, നാടൻ കലാരൂപങ്ങൾ, പൊതുഘോഷയാത്രകൾ ഇവയെല്ലാം ഓണത്തിന് കൂടുതൽ ദൃശ്യത നൽകി. ഇന്ന് ഓണം വീട്ടിലോ ക്ഷേത്രത്തിലോ മാത്രം ആഘോഷിക്കുന്ന ഒന്നല്ല. സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകളിലും റെസിഡൻസ് അസോസിയേഷനിലും സർക്കാർ സ്ഥാപനങ്ങളിലും എല്ലാം ഓണം ആഘോഷിക്കുന്നു. പൂക്കളും സദ്യയും തിരുവാതിരയും നാടൻ കളികളും സംഗീതവും ഇവയെല്ലാം ഓണം പുതിയ സമൂഹത്തെ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ഓണത്തെ മതപരമായി ആചരിക്കാത്തവർക്കും സാംസ്കാരികമായി അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നു. പഴയകാലത്ത് കുടുംബവും അയൽക്കൂട്ടവും ചേർന്നാണ് സദ്യ ഒരുക്കിയിരുന്നത്. ഇന്ന് ഹോട്ടലുകളും കേറ്ററിംഗ് സ്ഥാപനങ്ങളും തയ്യാറാക്കിയ സദ്യകൾ വീടുകളിലും ഓഫീസുകളിലും എത്തിക്കുന്നു. അതൊരു സൗകര്യം തന്നെയാണ്. എന്നാൽ ഒരുമിച്ചിരുന്ന് പച്ചക്കറി അരിയുന്നതും പാകം ചെയ്യുന്നതിലും വിളമ്പുന്നതിലും ഉണ്ടായിരുന്ന കൂട്ടായ്മ അതോടൊപ്പം കുറയുന്നുണ്ടോ? ഓണത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കുള്ള മലയാളികളുടെ കുടിയേറ്റം ഓണത്തിൻ്റെ മറ്റൊരു രൂപം നൽകി. ഇന്ന് കേരളത്തിന് പുറത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. ചിലപ്പോൾ തിരുവോണ ദിവസമല്ല, എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു വീക്കെൻഡായിരിക്കും ആഘോഷം. കമ്മ്യൂണിറ്റി ഹാളിലായിരിക്കും സദ്യ. മലയാളികളല്ലാത്തവർക്കായി മാവേലിയുടെ കഥ വിശദീകരിക്കുന്ന പരിപാടികളും ഉണ്ടായിരിക്കാം. പ്രവാസ ലോകത്ത് ഓണം ഒരു ഉത്സവം മാത്രമല്ല, ഭാഷയും ഭക്ഷണവും വസ്ത്രവും സംഗീതവും കുടുംബസ്മരണകളും അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന മാർഗം കൂടിയാണ്. ഓണം കാലത്തിനനുസരിച്ച് മാറി. ആ മാറ്റം പല നേട്ടങ്ങളും നമ്മൾക്ക് നൽകി. കൂടുതൽ ആളുകൾ ആഘോഷത്തിൻ്റെ ഭാഗമായി, വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് സാംസ്കാരികമായി ഒന്നിക്കാനായി, കലാകാരന്മാർക്ക് വലിയ വേദികൾ ലഭിച്ചു, പ്രവാസി മലയാളികൾക്ക് സ്വന്തം നാടുമായുള്ള ബന്ധം നിലനിർത്താനായി. എന്നാൽ ചില ചോദ്യങ്ങളും അവശേഷിക്കുന്നു. ലാളിത്യത്തിൻ്റെ സ്ഥാനത്ത് അമിത ചിലവ് വരുന്നുണ്ടോ? സഹകരണത്തിൻ്റെ സ്ഥാനത്ത് മത്സരം വരുന്നുണ്ടോ? നാടൻ പൂക്കൾ അപ്രത്യക്ഷമാകുമ്പോൾ പ്രകൃതിയുമായുള്ള ബന്ധം കുറയുന്നുണ്ടോ? പൊതുപരിപാടികൾ വരുമ്പോൾ നമ്മൾ വീണ്ടും വെറും കാണികളായി മാറുന്നുണ്ടോ? ഓണം ഒരൊറ്റ അർത്ഥമുള്ള ഉത്സവമല്ല. അത് മാവേലിയുടെയും വാമനൻ്റെയും പാരമ്പര്യമാണ്. വിളവിനെയും സമൃദ്ധിയെയും ആഘോഷിക്കുന്ന കാർഷികോത്സവമാണ്. കുടുംബങ്ങളെയും അയൽക്കൂട്ടങ്ങളെയും ഒന്നിപ്പിക്കുന്ന അവസരമാണ്. ക്ഷേത്രങ്ങളുടെയും രാജവംശങ്ങളുടെയും ചരിത്രമാണ്. സർക്കാർ പിന്തുണയോടെ വളർന്ന പൊതു സാംസ്കാരിക ഉത്സവമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയാണ്. ഓണം മതപരമായ ഉത്സവത്തിൽ നിന്ന് മതേതര ഉത്സവമായി ഒരു ദിവസം കൊണ്ട് മാറിയതല്ല. പഴയ അർത്ഥങ്ങളെ ഇല്ലാതാക്കാതെ പുതിയ അർത്ഥങ്ങൾ അതിനോടൊപ്പം ചേർത്തു. എന്നാൽ ഈ മാറ്റങ്ങൾക്കിടയിലും മാവേലിയുടെ കഥ മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാന സ്വഭാവം മാറിയിട്ടില്ല. എല്ലാവർക്കും മാന്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം, വ്യത്യാസങ്ങൾ വിവേചനമായി മാറാത്തൊരു സമൂഹം, സമൃദ്ധി ചിലരിൽ മാത്രം ഒതുങ്ങാത്തൊരു സമൂഹം, എല്ലാവർക്കും സദ്യയിൽ ഒരിടമുള്ള സമൂഹം. അതുകൊണ്ടാകാം ഓണം ഇന്നും നമ്മെ ആകർഷിക്കുന്നത്. ഇതൊരു ആദർശ ഭൂതകാലത്തിൻ്റെ ഓർമ്മ മാത്രമല്ല, നമ്മൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യവുമാണ്. ഇന്നത്തെ എപ്പിസോഡ് കേട്ടതിൽ നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക. എല്ലാവർക്കും സമത്വത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരുമയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.